നമസ്കാരം. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവേശ്വരൻ നമ്മെ നയിച്ചതിന് ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശ്വരനെ മനസ്സിൽ ഓർമ്മിക്കാം. ഓക്കെ, ഈ പ്രഭാതത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരു പുലർകാല വന്ദനം സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എല്ലാ ദിവസവും രാവിലെ പഠിക്കാനും അറിവ് പകർന്നു കൊടുക്കാനുമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോണി പരമല, പാലായിൽ നിന്നാണ്. ഇന്നത്തെ ദിവസം നമുക്കായിട്ട് അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്നത് പാലായിൽ നിന്നുള്ള അനുരാജ് മേഡമാണ്. മേഡം നമുക്കായിട്ട് ഇന്ന് ടീം ബിൽഡപ്പ് ചെയ്യേണ്ടതിന്റെ രീതികളെ കുറിച്ച് വ്യത്യസ്ത തലങ്ങളിലൂടെയുള്ള അറിവ് നമുക്ക് പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം, ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണല്ലോ നമ്മുടെ കമ്പനി. അപ്പോ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ നെറ്റ്വർക്കിന് ടീം ബിൽഡിങ് അതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മള് ഒരല്പം സമയം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി അനുമേഡത്തിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അനുമേഡം എനിക്ക് ഏറെ ബഹുമാനിയായിട്ടുള്ള വ്യക്തിയാണ്. ഈ കാലയളവിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ അവരെ ബഹുമാനിക്കുന്നത് അറിവിന്റെ തലങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത പുലർത്തുകയും ഒരു വീട്ടമ്മയായി അതോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ മാസ്റ്റർ ഡിഗ്രി തുടർന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ബിസിനസ്സില് വലിയൊരു സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റിനെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അനുരാജ് മേഡം. അനുരാജ് മേഡം ഇന്ന് നമുക്കായിട്ട് ടീം ബിൽഡപ്പ് എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് ഏറെ സ്നേഹാദരപൂർവ്വം അനുരാജ് മേഡത്തിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സഹചരായിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. ദയവായി നമുക്ക് ഈ മീറ്റിംഗിന്റെ ആദ്യാവസാനത്തിന്റെ സുഗമമായിട്ടുള്ള ശ്രദ്ധയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു. വീഡിയോ ഓൺ ചെയ്യുന്നത് അഭികാമ്യമാണ് എങ്കിലും ഈ മീറ്റിംഗിനെ സശ്രദ്ധം വീക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വീഡിയോ ഓൺ ചെയ്യാം. മറ്റ് ജോലികളിലായിരിക്കുന്നവർ ദയവായിട്ട് വീഡിയോ ഓൺ ചെയ്യരുത്, മൈക്ക് മ്യൂട്ടാണെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സുഗമമായിട്ടുള്ള ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ് ഓൺ ആയിരിക്കുന്നവർ മാത്രം വീഡിയോ ഓൺ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഏറെ സ്നേഹപൂർവ്വം അനുരാജ് മേഡത്തിനെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അനുരാജ് മേഡം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കേൾക്കാമോ? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ല ഒരു ശുഭസുന്ദരമായ ഒരു സുപ്രഭാതം നേരുകയാണ്. നമുക്ക് ഈ ഒരു അവസരത്തില് വന്ന് നമ്മളുടെ കൂടെ എല്ലാവരും നമ്മളുടെ ഈ ഒരു ബയോട്ടോറി കോൺസെപ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഒത്തുചേർന്നിരിക്കുന്നത് അല്ലെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം വീണ്ടും ഞാൻ നേരുകയാണ്. നമ്മൾ ഇന്ന് എത്തിക്കൂടിയിരിക്കും, ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ പേര് അനു എന്നാണ്, പാല ടീമിലാണ് ഈ ബയോട്ടോറിയം എന്ന കോൺസെപ്റ്റ് 2 വർഷമായിട്ട് തന്നെ അത് ഞാൻ നല്ല സീരിയസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് വരുന്നു. നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പൊ ഒരു ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ച ഒരു ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം കമ്പനി എന്ന് പറയുന്നത്.
നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ സക്സസ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അത്യാവശ്യമായിട്ട് ഇപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാവരിൽ നിന്ന് മോട്ടിവേഷൻസ് കിട്ടാറുണ്ട് അല്ലെ? പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള നോളജ് എല്ലാവർക്കും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഓരോ ക്ലാസ്സുകളിലും വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ് എടുക്കുന്ന കുറെ ഗ്രേറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഒരു ബെസ്റ്റ് പാർട്ടാണ് നമ്മുടെ കേരള ടീം എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തരുടെയും ലൈഫാണ് നമ്മൾ നോക്കുന്നത്. സക്സസ്ഫുൾ ആയ ഓരോ പേഴ്സൺസിന്റെയും ലൈഫാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുക. അവരെങ്ങനെയാണ് സക്സസ് ആയത് എന്നൊക്കെയാണ് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലെ? നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. എല്ലായ്പ്പോഴും എല്ലാം നല്ലതായിരിക്കണമെന്നില്ല. അപ്പൊ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു സക്സസിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ധാരാളം ബിസിനസ് മെൻസ് ഉണ്ട് അല്ലെ, മില്യണേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. അവരൊക്കെ എന്താണ് സ്വീകരിച്ചിരുന്നത്, അവരുടെ ലൈഫിൽ എന്താണ് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ഒരു കാര്യങ്ങളെ കുറിച്ചും വറീഡ് ആവാതെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആവേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ആരെയും പഴിക്കാതെ തന്നെ നമ്മൾ ലൈഫിലേക്ക് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത്. നമ്മുടെ റഷ്യൻ ചരിത്രകാരനായ ലിയോ ടോൾസ്റ്റോയ് പറയുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് നോക്കാതെ തന്നെ സ്വയം നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് അല്ലെ? സ്വയം ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ എവിടെയാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തി സ്വയം നന്നാകുക. അപ്പം നമ്മൾ നന്നാകുന്നതിനോടൊപ്പം തന്നെ സമൂഹവും നന്നാകും എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു റീസ്റ്റാർട്ടിങ് നമ്മൾക്ക് ആവശ്യമാണ്. റീസ്റ്റാർട്ടിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെ കൂടുതലായിട്ട് പുതുക്കേണ്ടത് അല്ലെ? വേറെ ആരും നമ്മളുടെ കാര്യത്തില് ഇടപെടാൻ വരില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാറില്ല, വരില്ല. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ബാക്ക് ഇറ്റ് ടു യുവർ സെൽഫ് എന്നാ പറയുന്നത് അല്ലെ? എല്ലാവരും ലോകം മാറ്റാനും ചുറ്റുമുള്ളവരുടെ ചേഞ്ചും ആഗ്രഹിക്കുക. അയാൾ നല്ലതായെങ്കിൽ മാത്രമേ നമ്മുടെ ടീം നന്നാവുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ നന്നായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയല്ല, നമ്മൾ സ്വയം നന്നാകാനായിട്ട് നമ്മൾ സ്വയം ആയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡീപ്ലി കോൺവെർസേഷൻ വിത്ത് യു എന്നാ പറയുന്നത്. നമ്മളുടെ ഒരു നല്ലൊരു സംഭാഷണം നമ്മൾക്ക് ആവശ്യമാണ് നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത, നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മുടെ ലോകം മാറ്റുന്നത്. നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക, അതായി തീരും നമ്മൾ എന്നാണ് പറയുക. അതാണ് ശരിക്കും പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ലേ? നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് സത്യത്തില് ലൈഫ് തന്നെ നമ്മളൊരു 2 വർഷം കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാറ്റേണ്ടത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊരു വിലയിരുത്തൽ നടത്തുക. പിന്നെ അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു വ്യക്തമായ ഒരു വിഷൻ വേണം അല്ലെ? അങ്ങനെയുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ മുൻപോട്ട് പോകാനായിട്ട്. സത്യത്തില് ഒന്ന് തുടങ്ങാനാണ് സത്യത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. നമുക്കൊരു കാര്യം തുടങ്ങാനാണ്, നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കത് തുടങ്ങാനായിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയും അല്ലെ? അതിനുശേഷം നമ്മൾ അങ്ങോട്ട് ഒക്കെ ആയിട്ട് പൊക്കോളും. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്, പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആരും നമ്മുടെ രക്ഷകനായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ പണ്ടുള്ള സീരിയലുകൾ അതുപോലെ തന്നെ പണ്ടുള്ള ചിത്രകഥകളില് ബാലരമ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ രക്ഷകനായിട്ട് വന്ന് രക്ഷപ്പെടുത്തുന്നതും ഉള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആരും രക്ഷപ്പെടാനായിട്ട് വരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നതില് കാര്യമില്ല. അവസരങ്ങൾ കാണാനായിട്ട് നമ്മൾ ചുറ്റിനും നോക്കുക എന്നുള്ളതാണ്. നമ്മളതൊരു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് ഫിയറിനെ നമ്മൾ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മറ്റുള്ളവർ അവരെന്തും വിചാരിച്ചോട്ടേന്നേ, അവരെന്തും വിചാരിക്കുന്നത് നമുക്കത് പ്രശ്നമല്ല. ഇവരാരും നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ഇന്റർഫെയർ ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു തീരുമാനത്തിൽ എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു എബിലിറ്റി നമുക്കുണ്ടെങ്കിൽ തന്നെ ലൈഫില് നല്ലൊരു
ചേഞ്ചിങ് ആയിരിക്കും, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കുക, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ, എളുപ്പമല്ലാത്ത കുറേ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ, കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ കൂടുതലായിട്ട് സാക്ഷാത്കരിക്കുവാനായിട്ട് ശ്രമിക്കുക. ചിലർക്ക് അതിനൊരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ എന്ത് ചെയ്യും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്നാണ് അതിന് പറയുക. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, അത് ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ആത്മവിശ്വാസ കുറവ് തന്നെയാണ് പല കാര്യങ്ങളിലും നമ്മളെ പുറകോട്ട് നയിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരു ഗ്രേറ്റസ്റ്റ് സ്പോർട്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ എടുത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ശാസ്ത്രജ്ഞന്മാർ പണ്ട് വിലയിരുത്തിയ ഒരു കാര്യമാണ് 4 മിനിറ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം കൊണ്ടേ 1 മൈൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മനുഷ്യ വ്യക്തിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ശരീരം അതിന് സജ്ജമാണ്, അങ്ങനെ അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കും, അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഒരു കാര്യമായിരുന്നു. എങ്കിൽ 1954 മെയ് 6 റോജർ ബെന്നിസ്റ്റൺ പറഞ്ഞ ഒരു വ്യക്തി ഇതിനെ ബ്രേക്കപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മിനിറ്റ് എന്നുള്ള കാര്യം 3 മിനിറ്റ് 59 സെക്കൻഡ്സിൽ അദ്ദേഹം അത് കൈവരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തവും അതുപോലെയുള്ള കാര്യങ്ങളുടെ നമ്മളുടെ ഒരു കോൺഫിഡൻസിൽ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസവും ആയിരുന്നത്. അപ്പൊ ആ വിശ്വാസത്തെ മറികടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അടുത്ത കൊല്ലം തന്നെ വേറൊരു വ്യക്തിയും അതേ രീതിയിൽ തന്നെ ആ ഒരു ടൈം ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി ആളുകൾ ഏകദേശം 4000 തവണയോളം ആ ടൈം ബ്രേക്ക് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അതവിടെ. നിസ്സാരം ഇപ്പം എന്താ നമ്മളുടെ ഒരു എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു ശൃംഖലയുണ്ട്, മീൻസ് നമ്മുടെ ഈ വിമാനം പറത്തുക, അല്ലെങ്കിൽ അവരുടെ ഒരു ശാസ്ത്രശാഖയാണ്. അവരുടെ ഒരു നിയമപ്രകാരം വണ്ടുകൾ, നമ്മളുടെ ഈ ലോകത്തുള്ള വണ്ടുകളുടെ ശരീരത്തിന്റെ ഒരു ഘടന അനുസരിച്ച് അവയ്ക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കണ്ടുപിടുത്തം. സത്യത്തില് അങ്ങനെയുള്ള ഒരു കണ്ടുപിടുത്തം അവരുടെ ശരീരഘടനയുടെ വെയിറ്റും അല്ലെങ്കിൽ ചിറകുകളുടെ ആ ഓരോ പൊസിഷൻസും ഒക്കെ കാരണം അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിയമപ്രകാരം അവർ അനുശാസിക്കുന്നതെങ്കിൽ, പക്ഷെ ഈ വണ്ടുകൾ പറക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് അല്ലെ, വണ്ടുകൾ പറക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ എയറോഡൈനാമിക്സിനെ കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വണ്ടുകൾ അങ്ങനെ പറക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മളുടെ നമ്മുടെ അൺസക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ നമ്മളുടെ തോൽവിക്ക് ഫെയിലിയറിനൊക്കെ പ്രധാനപ്പെട്ടമായ നിദാനം എന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ആ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ലൈഫ് മുൻപോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നല്ലൊരു മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു നമ്മുടെ പ്രൊഫഷനിൽ നമുക്കൊരു നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ജോലി നഷ്ടമാകും എന്ന് വിചാരിക്കുക, നമ്മൾ എന്താ ചെയ്യുക? പിന്നീടുള്ള അവസ്ഥ നമ്മുടെ വളരെ ശോചനീയമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക, അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം, നമുക്കൊരു ജോലി നഷ്ടമാകുമ്പോൾ നമ്മളുടെ അവസ്ഥ, നമ്മൾ അധികമായി സമ്പാദിച്ചിട്ടില്ലാത്ത നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ പണം കൊണ്ട് നമുക്ക് സന്തോഷം വരാൻ പറ്റില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അയ്യോ പണം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും ആയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പണം വേണ്ട തന്നെ വേണം. പണമില്ലാത്ത ഒരാളുടെ മോർണിംഗ്സ് അല്ലെങ്കിൽ നൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കഷ്ടം, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം അവരുടെ ലൈഫില് അവര് ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും അല്ലെങ്കിൽ നേടുവാൻ വേണ്ടിയിട്ട് ഒരു പണം ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് തന്നെയാണ്. ജീവിതം സുഖകരമാകണമെങ്കിൽ തീർച്ചയായിട്ടും പണം നമുക്ക് കൂടിയേ തീരൂ എന്നുള്ളതാണ്. നമുക്കതിനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മൾ എന്താണ് ഒരു സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് സക്സസ് യു മസ്റ്റ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്നാണ് പറയുക. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴാണോ ചേഞ്ച് ആക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മുടെ സക്സസ്ഫുൾ ആവശ്യമായ, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളിലേക്ക് വരാൻ പറ്റുന്നത്
നമ്മുടെ മൈൻഡ് സെറ്റ് ആവുമ്പോഴാണ്. അതുപോലെ തന്നെ മില്ലനേഴ്സിന്റെ ഹാബിറ്റ്സ് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മില്ലനെയർ ആണ് വോറൻ ബഫറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ് യു വിൽ വർക്ക് അൺടിൽ ടു ഡൈ എന്ന്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഓരോ മില്ലനേഴ്സിന്റെയും അവരുടെയൊക്കെ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് തോട്ട്സ് തന്നെയായിരുന്നു. അവരുടെ ലൈഫില് അവരുടെ ബാല്യകാലത്തിൽ തൊട്ട് തന്നെ അവർക്കൊരു എയിം ഉണ്ടായിരുന്നു, അവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അല്ലെ. അപ്പോ നമ്മളുടെ ലൈഫിലും അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വലുതാവുമ്പോൾ അങ്ങനെയാവണം എന്നുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആ ലൈഫിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് കൊണ്ട് കാശുകാരനായ ഒരാളോ അല്ലെങ്കിൽ ഒരു മില്യണയർ ആയിട്ടുള്ള ഒരു ആൾക്കാരും ഇല്ല. അതിലൊരു ഷോർട്ട് കട്ട് നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ സക്സസിന് ഒരിക്കലും ഷോർട്ട് കട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിസ്സാരമായിട്ട് പറയാം, ലോട്ടറി അടിച്ച ചിലർ അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്, ലോട്ടറി അടിച്ചാൽ കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള ചിന്തകളാണ് അല്ലെ നമുക്കുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കത് ലൈഫിൽ സെറ്റ് ആകുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഇല്ല. അതിന് നമുക്ക് എന്താ ചെയ്യുക, നല്ലൊരു എഫേർട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു നെക്സ്റ്റ് സക്സസ്ഫുൾ മാൻസിന്റെ അല്ലെങ്കിൽ പേഴ്സൺസിന്റെ ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ ആണെങ്കിലും നമ്മുടെ ടീംസിലാണെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അവരുടെ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇമോഷൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അരിശം വരുമ്പോൾ നമുക്ക് എന്താ പറയാം അല്ലെ, അതിന്റെ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു നല്ല രീതിയിലായിട്ട് മുൻപോട്ട് പോകാനായിട്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ് ഡയറക്ട് സെല്ലിങ്ങിൽ മാത്രമല്ല, ഏത് കർമ്മ മേഖലകളിലും പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു തോട്ട്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഈ ഏകദേശം നല്ല ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തു പോകാനായിട്ട് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വഴി എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണത്. മെഡിറ്റേഷനോട് കൂടി തന്നെ ഏകദേശം നമുക്ക് IQ ലെവൽ ഏകദേശം 125 മുകളിൽ വരുന്ന ആൾക്കാരിൽ പോലും ഭയങ്കര ഹൈ ആവാം. പക്ഷെ ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെങ്കിൽ ശാന്തമായ ഒരു മനസ്സുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. വോറൻ ബഫറ്റ് പോലെയുള്ള മില്ലനേഴ്സ് പറയുന്ന ഒരു കാര്യം തന്നെയാണത്. നമുക്കിപ്പോ നമ്മുടെ സമൂഹത്തിൽ കാണാം, നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എത്ര കാമായിരുന്നു അല്ലെ. അദ്ദേഹമൊക്കെ വളരെ കാമായിട്ട് നിന്ന നല്ല ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവ് ജോബ്സ്, ആപ്പിളിന്റെ സഹസ്ഥാപകനായ അദ്ദേഹമൊക്കെ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമൊക്കെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് ഗൂഗിൾസിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന്റെ ഒക്കെ ലൈഫ് ഹിസ്റ്ററിയിൽ എപ്പോഴും പല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മൊത്തം കമ്പനിയിലെ പല സിഇഒമാരും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമാവുമ്പോൾ നമ്മളുടെ തീരുമാനങ്ങളെല്ലാം ഷാർപ്പ് ആകും എന്നുള്ളതാണ്. ഇന്നുള്ള ബിസിനസ്സിൽ കാണുന്ന എല്ലാ ബിസിനസ്സിലും അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തില് എല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരെയും അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അല്ലാതെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ മെഡിറ്റേഷൻ അഥവാ അത് ബ്രീത്തിങ് പ്രാക്ടീസ് എന്ന് പറയും, നല്ല രീതിയിൽ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് എടുക്കുക, അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സ്വാമി വിവേകാനന്ദൻ പോലും പറയുന്നത് ദ പവർ ഓഫ് മെഡിറ്റേഷൻ ഗെറ്റ്സ് വിത്ത് എവരിതിങ് എന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങനെയുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളിലേക്ക് പവർ എന്ന് പറയുന്നത് നമ്മുടെ
ആ ലൈഫിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ വരും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നാം പറഞ്ഞു ഈ മില്യനേഴ്സിന്റെ ഹാബിറ്റ്സിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് തോട്ട്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് അവർക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക്. ടീം വർക്കിലൂടെ മാത്രമേ സക്സസ് ആവാൻ സാധിക്കൂ. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാതാൽ ഇത്രത്തോളമേ എനിക്ക് സാധിക്കുള്ളൂ എന്നവർ തിരിച്ചറിവ്, അവരുടെ തിരിച്ചറിവിന്റെ ഫലമാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പവർഫുൾ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ ചിലപ്പോൾ പറയും അവര് വന്നായിരുന്നെങ്കിൽ നമ്മുടെ ടീം കൂടുതൽ ബെറ്റർ ആയേനെ. എന്തുകൊണ്ടാണ്? നമുക്കത് സാധിക്കാത്തതുകൊണ്ടല്ല. ഒരു ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയ അല്ലെങ്കിൽ എഫിഷ്യൻസ് ആയിട്ടുള്ള ഒരാൾക്കാർ വന്നാൽ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വർക്കുകൾ വളരെ മനോഹരമായിരിക്കും. നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് പോസിബിൾ ആക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെയാണ് മില്യനേഴ്സിന്റെ കുറെ സ്ട്രാറ്റജി, അവരുടെ ആ കുറെ തോട്ട്സ് ആയിരുന്നു അതെല്ലാം. ഒരു ബെസ്റ്റ് ടീമിന് നല്ല ടീമിന് ഒരു നല്ല ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു കോൺസെപ്റ്റിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ നിസ്സാരമായിട്ട് ഒരു ഹോട്ടൽ ജോലിക്കാരെ വെച്ച് നോക്കുമ്പോൾ, നമ്മളൊരു ഹോട്ടൽ നടത്തുന്ന ഒരാളെ നോക്കുമ്പോൾ നല്ല എഫിഷ്യന്റ് ആയ കുറെ വർക്കേഴ്സിനെ കിട്ടിയാൽ തീർച്ചയായിട്ടും ആ ഹോട്ടൽ നല്ലൊരു സക്സസ് ആവും അല്ലെ. അങ്ങനെ ഒരു ടീം വർക്ക് ആണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. എക്സലിംഗിൽ അത് മസ്റ്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു ടീം വർക്കിലൂടെ മാത്രമേ ഹൈറ്റ്സിൽ എത്താൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു സാധാരണ പേഴ്സൺ അല്ലെങ്കിൽ നോർമൽ പേഴ്സൺസ് തിങ്കിങ് ഓൾവേസ് ബേസ്ഡ് എന്താ ലൈക്ക് അനദർ പാർട്ണർ. നോർമൽ ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഒരു പാർട്ണറെ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള ഒരു കുറെ വ്യക്തമായ കുറെ ചിന്തകളുണ്ട് അല്ലെ. അങ്ങനെയുള്ള ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ടീം വർക്കിലൂടെ അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. മില്യനേഴ്സ് തിങ്ക് ചെയ്തിരുന്നുണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റുകളാണ് ആളുകൾ. അതുകൂടി നമ്മളുടെ ഒരു നമ്മളൊരു നല്ലൊരു ലീഡർ എന്നുള്ള നിലയിൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള കുറെ നല്ല ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ നല്ല ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടീം വർക്ക് മേക്സ് ഡ്രീം വർക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡ്രീം വർക്ക്, നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം തീർച്ചയായിട്ടും ഒരു ടീം വർക്കിലൂടെ തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ടീം വർക്കിലൂടെ തന്നെ നമുക്കത് ലഭിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ ടൈം പ്രയോറിറ്റി ആണ്. ടൈം പ്രയോറിറ്റി മീൻസ് നമ്മളുടെ ആ ഒരു സമയം, ആ സമയത്തിന്റെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു കറക്റ്റ് ടൈമിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് ടൈം ആകുമ്പോൾ സെറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെ. അതായത് നമുക്ക് പണ്ടത്തെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ദാസനും വിജയനും പറയുന്നുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഉണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് പറയുന്നുള്ളൊരു ഒരു ഒരു കോട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം, എല്ലാവർക്കും പരിചിതമായ ഒരു വേഴ്സാണ് അല്ലെ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ബെസ്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ധാരാളം അവസരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ടൈമിനെ കൂടുതൽ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ആ ടൈമിനെ കൂടുതൽ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫിലേക്ക് തന്നെ തീർച്ചയായിട്ടും അത് വരും എന്നുള്ളതാണ്. നമുക്കറിയാം, അതായത് ഇപ്പോ ഈ എന്താ പറയാ, നമ്മുടെ ഈ എന്തെല്ലാം യൂട്യൂബിൽ എന്തെല്ലാം വ്ളോഗേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ധാരാളം വ്ളോഗേഴ്സ് ഉള്ളപ്പം വേറൊരു വ്ളോഗർ വന്നു കഴിഞ്ഞിട്ട് അവരുടേതായ പെർഫോം ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവര് ആൾക്കാരുണ്ടോ, അവരൊക്കെ ഉണ്ട്, എന്നെങ്കിൽ പിന്നെ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പിന്മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു നല്ലൊരു ബ്ലോഗറെ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ധാരാളം ഏൺ ചെയ്യാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ടൈം പ്രയോറിറ്റി നമുക്ക് നമ്മുടെ ആ ഒരു ടൈമിനെ കൂടുതൽ ഫലവത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങളെയും ഏറ്റവും നല്ല സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ ആ ടൈമിനെ നല്ല രീതിയിലായിട്ട് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിസ്സാരം ഒരു നമ്മളിപ്പോ ഈ ഒരു കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ടൈം ഏറ്റവും ബെറ്റർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു ടൈമിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, റൈറ്റ് ടൈമിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ കൂടുതൽ സീരിയസ് ആക്കി അതിനെ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്റർനെറ്റ് ബൂം ആകുന്ന ഒരു ടൈമിലാണ് നമ്മുടെ ആമസോൺ ജെഫ് ബെസോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു ടൈമിൽ, കറക്റ്റ് ടൈമിലാണ് ആ ഒരു
പ്രോഗ്രാം അദ്ദേഹം ഒരു കോൺസെപ്റ്റ് അദ്ദേഹം സമൂഹത്തിലേക്ക് നമുക്ക് നൽകുന്നത്. ആ ഒരു സമയത്തിന് അദ്ദേഹം അങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു ടൈമില് എനിക്ക് ഇത് അത്ര വർക്ക്ഔട്ട് ആവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നെങ്കിൽ ഇപ്പൊ മിടുക്കരായ ആൺകുട്ടികള് ആ പണി എടുത്തേറ്റേനെ അല്ലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അവസ്ഥയെ ശരിക്കും അത് യൂസ്ഫുൾ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ടൈമിനെ ബെസ്റ്റ് ആക്കി എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ കുറെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ കുറെയൊക്കെ ആകർഷിക്കുന്ന കുറെ കാര്യങ്ങളാണ് കുറെ മില്ലനേഴ്സിന്റെ കുറെ നല്ല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ആ ടൈമിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ബെസ്റ്റ് ടൈമിനെ കൂടുതൽ യൂസ്ഫുൾ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ലൈഫിലേക്ക് കൂടുതൽ സക്സസ് ആകാനായിട്ട് നമുക്ക് ശ്രമിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഞാനിപ്പോ സൂചിപ്പിച്ചു ജെഫ് ബെസോസിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്കൊരു റിച്ച് പീപ്പിൾ ലുക്ക് അറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു കൺവേർട്ട് മണി ടു വെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പണം എന്നതിനേക്കാൾ വെൽത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ പണം എന്നതിൽ കൂടുതൽ നമ്മൾ കൂടുതലായിട്ട് വെൽത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കയ്യിൽ എക്സാമ്പിൾ ആയിട്ട് 1,00,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ 2 വ്യക്തികളിൽ 1,00,000 രൂപ കിട്ടി. അപ്പോൾ അതെങ്ങനെ അത് പ്രയോജനപ്പെടുത്തുക എന്ന് ചിന്തിക്കുന്നിടത്താണ്. ഇപ്പൊ ഒരാള് നല്ലൊരു വില കൂടിയ ഒരു ഫോൺ മേടിച്ചു അല്ലെ, 1,00,000 രൂപയുടെ ഒരു നല്ല ഫോൺ മേടിച്ചു എന്നിരിക്കട്ടെ. അപ്പോ അത് മേടിച്ചു. എന്നാൽ മറ്റൊരാൾ മേടിച്ചത് അതൊരു ഗോൾഡ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ, അതായത് 1-2 വർഷം കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ആർക്കാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത് ആ ഒരു 1,00,000 രൂപ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് ഗോൾഡ് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആ വ്യക്തിക്കാണ് അത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുക. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ വെൽത്തിലേക്ക്, സമ്പാദ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഈ ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് നാളുകൾക്ക് ഭയങ്കര രാജാക്കന്മാരെ പോലെ നടക്കും ഇല്ലേ? അതിനുശേഷം അവർക്ക് അത് ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു മണിയെ വേണ്ട രീതിയിൽ യൂസ്ഫുൾ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ കൂടുതൽ ഈ മണി എന്ന് പറയുന്നതിനെ കൂടുതൽ സമ്പാദ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് മാറ്റുക, ഇതൊക്കെ മില്ലനേഴ്സിന്റെ ഹാബിറ്റ്സ് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇൻസ്പയർഡ് ആകുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നമുക്ക് പരിപാലിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഗോൾസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം, വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള തിങ്ക് ആണ്. നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യമാണ്. അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിന്റെ പേര് കോൺമാരി മെത്തേഡ് എന്നാണ് പറയുന്നത്. അത് ജപ്പാനീസ് ലൈറ്ററായ മേരി കോണ്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മെത്തേഡാണ് കോൺമാരി മെത്തേഡ് എന്ന് പറയുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ എന്താണോ യൂസ്ഫുൾ ആയത്, യൂസ്ഫുൾ ആയ കാര്യങ്ങളെ മാത്രം എടുത്തുകൊണ്ട് വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ, അതിനെ പയ്യെ മാറ്റി നിർത്തുക. അല്ലെങ്കിൽ നമ്മളൊരു റൂം വൃത്തിയാക്കുക, അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പരിപാടി, നമുക്ക് ആ ഒരു റൂമിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ മാറ്റി വളരെ കൃതജ്ഞതയോടുകൂടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം വളരെ വേസ്റ്റ് പോലെ തള്ളിക്കളയുക എന്നുള്ളതല്ല, നമ്മൾ ആ സാധനം യൂസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കൃതജ്ഞതയോടുകൂടി തന്നെ ആ കാര്യത്തെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത്രയും നല്ല ഒരു മെത്തേഡാണ് കോൺമാരി മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും നമുക്കത് കൂടുതലായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. നല്ലവയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മോശമായവയെ അല്ലെങ്കിൽ നമ്മൾ വളരെ കൃതജ്ഞതയോടുകൂടി അല്ലെങ്കിൽ വളരെ നന്ദിയോടുകൂടി തന്നെ ആ ഒരു വിഷയത്തെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അതൊരു മില്ലനേഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ പിക്ചറിൽ കാണുന്ന അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മളൊരു ലുലു മാളിന്റെ ഒരു ഫൗണ്ടർ എന്നുള്ളതിൽ ഉപരി അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിന്റെ ഒരു ഫൗണ്ടർ എന്നതിലുപരി അദ്ദേഹത്തെ നമ്മൾ കൂടുതലായിട്ട് ആകർഷിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു നിറപുഞ്ചിരിയോടുകൂടിയുള്ള പിക്ചർ അല്ലെ, നല്ല ഒരു മനുഷ്യൻ ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. ആ ഒരു അദ്ദേഹത്തെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല, മനുഷ്യരിലേക്ക് ഇഴങ്ങി ചെല്ലുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക, കുറെ ചാരിറ്റീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു വ്യവസായിയും നല്ലൊരു മില്യനറുമാണ് അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹത്തിന്റെ പെരുമാറ്റം നമുക്ക് കൂടുതലായിട്ട് ഇൻസ്പയർഡ് ആകുന്ന കാര്യങ്ങളായിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, എത്ര മനോഹരമായിട്ട് ചിരിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു, ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളിലും ഇപ്പൊ നമ്മളുടെ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്
ശ്രീ ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കാലങ്ങളില് മലയാള സിനിമയെ കോമാളിത്തരം കൊണ്ട് ചിരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അവിടെ സ്കോപ്പ് ഇല്ലായിരുന്നു. സ്കോപ്പ് മീൻസ് അദ്ദേഹത്തിന് അതിനെ പറ്റി അദ്ദേഹത്തിന്റെ ശരീരഘടനയും ഒക്കെ അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലായിരുന്നു അന്ന് എന്നാണ് പറയുക. വളരെ വിനോദം, വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രാലങ്കാരകനായിട്ട് വന്ന ഒരു മനുഷ്യനാണ് സിനിമാ ഫീൽഡില്. അന്ന് അദ്ദേഹത്തെ തിരസ്കരിച്ചിരുന്ന ആൾക്കാർ, വളരെ ഇരുന്ന ആൾക്കാർ, ഇന്ന് അദ്ദേഹത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നാഷണൽ മെഡലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഹൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും അപൂർവമായ കുറേ നല്ല റെയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒപ്പം നിൽക്കുന്ന, അദ്ദേഹത്തെ കിടപിടിക്കത്തക്ക രീതിയിൽ അഭിനയ തികവ് കാഴ്ചവെക്കുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ശ്രീ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ലാളിത്യവും ആണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും വ്യത്യസ്തനാക്കുന്നത്. ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തെ കുറിച്ച് ഓരോ ഗ്രേറ്റ് ആക്ടേഴ്സ് പറയുന്ന കുറേ വാക്കുകളുണ്ട്. ഒരു കരവൻ വേണമെന്നില്ല, ഒരു കുടന്ന് പിടിക്കണമെന്നില്ല, ഒരു വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം ആ ഫീൽഡിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുവാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബിസിനസ് മാനാണ്, അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന കാര്യം രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അദ്ദേഹം വലിയൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നല്ലൊരു കമ്പനിയുടെ ഒരു ഓണർ ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും ടാറ്റ.com പരാജയപ്പെട്ട് നിന്ന സമയത്ത് പോലും ഇൻവെസ്റ്റേഴ്സിനെ വളരെ കൈകാര്യമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിനെ വിജയിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു അഴിമതിയില്ലാത്ത ഒരു ജീവിതം, അത് മാത്രമല്ല ഒരു നോ അരഗൻസ്, അദ്ദേഹം ഒരു അഹങ്കാരി ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെട്ടുകൊണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട്, നല്ല രീതിയിൽ അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് തന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ്. ഇവരുടെയൊക്കെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെയുള്ള ഒരു വലിയൊരു കഴിവ് ഈ മില്യനേഴ്സിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിലും തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിൽ നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി ചിരിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു മേന്മയും അതൊക്കെ തന്നെയാണ്. നമ്മൾ ഡയറക്ട് സെല്ലിംഗ് വരുന്നതോടുകൂടി അതിലൂടെ നമ്മുടെ ചേഞ്ച് ഉണ്ടാവുക, ലൈഫ് ചേഞ്ച് ഉണ്ടാവുകയാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ അത് ഉണ്ടാവുന്നുണ്ട്. നല്ല വ്യക്തിത്വം നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഡയറക്ട് സെല്ലിംഗ്. ഞാനൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര സാലറി കിട്ടുന്നില്ലാത്ത ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ മികവാർന്ന സാലറിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഏണിങ്സിലേക്ക് വരാനായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, ഏറ്റവും കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ചത് നല്ല നല്ല ബന്ധങ്ങളെ കിട്ടുന്നു എന്നുള്ളതാണ്. നല്ല നല്ല ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പങ്കുവെക്കലുകൾ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, കുറെ നല്ല ബന്ധങ്ങളെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല നല്ല യാത്രകൾ അല്ലെ, നല്ല യാത്രകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനോ, ഒരു ക്യാമ്പ്, 2 ക്യാമ്പ്സ് ഒക്കെ വരുമ്പോൾ എന്ത് ഭംഗി, എന്ത് രസമാണ് ഓരോരുത്തരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ. അതൊക്കെ കുറെ നല്ല ഓർമ്മകളായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതിലൂടെ സാധിക്കുന്നു. ഒരു പ്രൊഫഷണലിലും കിട്ടാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിൽ വരുമ്പോൾ കിട്ടുന്ന കുറെ നല്ല നല്ല നേട്ടങ്ങളാണ് എന്ന് പറയുന്നത്. നമ്മൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ലൈഫിൽ വിജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവരിലൊരു ശ്രദ്ധിക്കപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ്. അതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ആപ്പിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആപ്പിൾ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സ്. അപ്പൊ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ടാണ് അന്ന് ആപ്പിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മുടെ എല്ലാവരുടെ ഇടയിലേക്ക് വരികയൊക്കെ ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്ന ഓരോ വ്യക്തികളും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കുറച്ചുകൂടെ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരുണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും പ്രായമായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഏജ്ഡ് ആണ്, അപ്പൊ എനിക്ക് ഇതൊക്കെ സാധിക്കുമോ? മുമ്പ് ഞാൻ പറഞ്ഞു, നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് പ്രായം എന്നുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം മില്യണറായ വരൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ 80% അതായത് ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്തത് അദ്ദേഹത്തിന്റെ 60 വയസ്സിന് ശേഷമാണ്. അപ്പോ അതൊരു പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം അത്രയും പ്രായത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടുതലായിട്ട് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ
അത്രയും നല്ല രീതിയിൽ മെച്ചപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഏജ് സത്യത്തിൽ ഒരു നമ്പർ മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ലൈഫ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിന്തിക്കുന്ന വേറൊരു കാറ്റഗറീസ് ആണ് ലേഡീസ്. അവർക്ക് എനിക്കിതൊക്കെ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മേഖല ഇതല്ല, എനിക്കിത് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ദൂരെ ചെല്ലാൻ പറ്റുന്നില്ല, യാത്രകൾ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതിന് ധാരാളം ഇന്നത്തെ നമ്മളുടെ ഡയറക്ട് സെല്ലിംഗിൽ ഏകദേശം ഒരു നല്ല ശതമാനവും, പകുതിയിലേറെ 65% കൂടുതലും ചെയ്യുന്നത് ലേഡീസ് ആണ്. അവരതാണ് ഏൺ ചെയ്യുന്നതും അവർ തന്നെയാണ് കൂടുതൽ മികവ് പുലർത്തുന്നതും ഈ ഒരു ഫീൽഡിൽ നിന്നുള്ളതാണ്. നമ്മൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സീമാട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വ്യക്തിത്വമുണ്ട്, ബീന കണ്ണൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം. ആ ഒരു സ്ത്രീ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ലൈഫിൽ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയത്. ഭർത്താവിന് പെട്ടെന്ന് ക്യാൻസർ ആവുക, ആ ഒരു പ്രതിസന്ധിയെ വളരെ ബുദ്ധിമുട്ടോടു കൂടി തന്നെ വളരെ സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ ലൈഫ് തീർന്നു പോയി, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് അവർ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ അവരുടെ മെഡിറ്റേഷൻ അതുപോലുള്ള അവർ എൻഗേജ്ഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളിൽ. അല്ലെങ്കിൽ എനിക്ക് എന്താണ് സന്തോഷം നൽകുന്നത്, എന്റെ ലൈഫിൽ എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടുന്നത്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ കരിയർ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവാനായിട്ട് നടന്ന ഒരു അയൺ ലേഡിയാണ് ബീന കണ്ണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ലേഡി സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം ഉണ്ട്. അവരൊക്കെ ലൈഫിൽ സ്ട്രഗിൾ തീർന്നു, അല്ലെങ്കിൽ ഇനിയും ഇതിന് മുൻപോട്ടൊരു ലൈഫിൽ എനിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്തും റീസ്റ്റാർട്ട് ചെയ്ത് വന്ന് വളരെ സക്സസ് ആയിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് വന്ന, അല്ലെങ്കിൽ ലൈഫിൽ ഞാൻ വിജയിച്ചു എന്ന് കാണിച്ചു തന്ന കുറെ മഹത് വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ. മദർ തെരേസ പോലെയുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. കൽപ്പന ചൗള, പിന്നെ സുനിത വില്യംസ്. ഇവരൊക്കെ നമ്മളൊക്കെ ഒരു ചരിത്രത്തിന്റെ പാർട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യണം. ആ ഒരു രീതിയിലേക്ക് വന്ന് അവരുടെ ലൈഫിൽ വന്ന് അവർ സക്സസ് ആയി ചരിത്രത്തിന്റെ ഒരു പാർട്ടായ കുറെ സൂപ്പർ ലേഡീസ് ആണ് ഈ പറയുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമുക്കിത് സാധിക്കും. ലേഡീസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് നമുക്കിത് സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് യങ്സ്റ്റേഴ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇന്നത്തെ കാലത്ത് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്നത്തെ കുട്ടികൾ എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നിസ്സാരം എന്റെ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവർ പഠനത്തോടൊപ്പം തന്നെ അവർ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളിൽ അവർ ഒരു വർക്ക് പഠിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അവന്റെ പൈസയുടെ അല്ലെങ്കിൽ സമ്പത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂല്യം അവർക്കറിയാം. അപ്പൊ അവർക്ക് ഈ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡയറക്ട് സെല്ലിംഗിലുള്ളത്. ഇപ്പോ നല്ല രീതിയിലുള്ള ഒരു തലമുറയും ഉണ്ട്, എന്നാൽ സമ്പാദ്യം അല്ലെങ്കിൽ പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മോശമായ രീതിയിൽ പോകുന്ന ഒരു തലമുറയും നമ്മുടെ കൺമുൻപിലുണ്ട്. ലഹരി അടിമകളാവുന്ന കുട്ടികളുണ്ട്. MDMA പോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു യുവതലമുറയും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ കൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു ഫീൽഡ് ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മോശമായ ചിന്താഗതികളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ഭാവിയും അവരുടെ കരിയറും അവരുടെ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും മെച്ചപ്പെടുത്തുവാനായിട്ട് ഡയറക്ട് സെല്ലിംഗിന് സാധിക്കുന്നു. അത് ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു മേഖലയെ കൂടുതൽ ഉപയോഗപ്പെടുത്താനായിട്ട് യങ്സ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ചിലർ പറയുന്നുണ്ട് എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, വാറൻ ബഫറ്റ് എന്ന് പറയുന്ന മില്യനിയർ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നല്ല സമയത്ത് അദ്ദേഹത്തെ മറ്റുള്ളവർ സംസാരിക്കാൻ അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി നോക്കിയാൽ അറിയാം, അദ്ദേഹം ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അതൊരു കോഴ്സ് എടുത്ത് പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ആ മില്യനിയർ വാറൻ ബഫറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ, ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു കാര്യമില്ല. നമുക്കൊരു കാര്യം പറയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് മതി.
അല്ലാതെ നമ്മൾ വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയണ്ട. നമ്മളിപ്പോ ഡയറക്ട് സെല്ലിംഗ് വരുമ്പോൾ ബൈറ്റോറിയം കോൺസെപ്റ്റ് ആണ് നമ്മൾ ഏറ്റെടുത്തെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളജ് മതിനെ. ഇപ്പൊ കമ്പനിയെ കുറിച്ച് പ്രൊഫൈൽ പറയുക, പ്രൊഡക്ട്സിനെ കുറിച്ചൊരു ഇൻട്രോ കൊടുക്കുക, അതിനുശേഷം അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അത്യാവശ്യം ഇതൊക്കെ മതി. ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന നിലയിൽ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ അവിടെ എഡ്യൂക്കേഷൻ മോശമല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ഥാനമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ നല്ല കാര്യമാണ്, കൂടുതൽ നല്ല പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നതിലുപരി എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, എനിക്കല്ലേ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് അല്ല. അല്ലെങ്കിൽ എനിക്ക് ഇത് സാധിക്കും. നമുക്ക് ഒരു +2 പഠിച്ച ഒരു വ്യക്തിയോട് മറ്റൊരു കുട്ടിയെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു വിഷയത്തെ നല്ല അറിവുണ്ടായാൽ മതി. ഇപ്പൊ എന്താണോ ഞാൻ പഠിച്ചത് അതിൽ 10 പഠിക്കുന്ന ഒരു കുട്ടി തന്നെ വേറെ 10 പഠിക്കുന്ന ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനിപ്പം കേഡറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുക്കണ്ട. എന്ന് വെച്ചാൽ അത് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മുടെ വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റിനെ കുറിച്ച് ഗ്രാഹ്യമുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നോളജ് മാത്രം മതി. അപ്പം എഡ്യൂക്കേഷൻ അതിൻ്റെ അകത്ത് വലിയ അത്യാവശ്യമായ, അല്ലെങ്കിൽ ഞാൻ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കോൺസെപ്റ്റ് തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ക്രിക്കറ്റിന്റെ ദൈവം എന്ന് പറയുന്ന ആരാ? സച്ചിൻ അദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ് ആണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇന്നൊരു ക്രിക്കറ്റിന്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ക്രിക്കറ്ററെ നമുക്ക് ലഭിക്കുമായിരുന്നോ? ഇല്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബൗളർ ഉണ്ട്, ഒരു മിസ്റ്റർ റിങ്കു ഭായ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 8ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അതൊരു സ്വീപ്പർ പോസ്റ്റിലാണ് അദ്ദേഹം ഗവൺമെന്റ് ജോബിൽ എത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ആ ഒരു എയിം അദ്ദേഹം സാധിച്ചെടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം എഡ്യൂക്കേഷനിൽ അത്ര വലിയ എനിക്ക് പഠിത്തമില്ല അല്ലെങ്കിൽ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതായ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലെ ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ എനിക്ക് എന്താണോ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ബോധ്യപ്പെടാവാതെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കി കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയെ കൂടുതൽ വിജയകരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തും. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു കാര്യമാണത്. നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത്, തീർച്ചയായിട്ടും ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, ഏത് കൂട്ടത്തിൽ കൂടെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ സൂം മീറ്റിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ ഈ ചെറിയ ചെറിയ അറിവുകൾ ഷെയർ ചെയ്ത് തന്നിരിക്കുകയാണ്. നമ്മളുടെ ലൈഫിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വരുമാനം നേടിക്കൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായിക്കൊണ്ട് തന്നെ നമുക്ക് തുടരാം. അത് മാത്രമല്ല ഒരിക്കലും ഒരു അഹങ്കാരിയാകാതിരിക്കുക, നല്ല രീതിയിൽ ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് എല്ലാവരുടെയും ഇടയിൽ പ്രവർത്തിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ഈ ഗൂഗിൾ മീറ്റിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ദിവസമാവട്ടെ. ഇന്ന് ധാരാളം അച്ചീവ്മെന്റ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അനി മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. വളരെ നല്ല ഒരു പ്രസന്റേഷൻ, നല്ല നോളജ് നമുക്ക് അനു മാഡം പ്രദാനം ചെയ്യുകയായിരുന്നു ഇത്രയും സമയം. ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവും. കഴിഞ്ഞ 50 മിനിറ്റ് സമയത്തോളം അനു മാഡം നമ്മൾ സംസാരിച്ചത് ഏകദേശം 43ഓളം മഹാന്മാരുടെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജീവിതകാലത്ത് ജീവിതത്തിന് വേണ്ടി പോരാടിയ മഹാന്മാരുടെ പേരുകളാണ് നമ്മൾ ഓർത്തിരിക്കുക. ജീവിതത്തിന് വേണ്ടി പോരാടിയ മഹാന്മാരുടെ പേരുകളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് നമുക്ക് വലിയ തരത്തിൽ വലിയ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ആയിരുന്നു അനുവേദം നമ്മോട് പങ്കുവെച്ചത്. ഞാൻ ഓർമ്മിക്കുക ഇത്രയും പേരുടെ കാര്യങ്ങളെ എല്ലാം ഓർത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ കാര്യത്തെ കുറിച്ചുള്ള അവഗാഹം, പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അനുമേഡത്തിന്റെ ഇന്നത്തെ ഈ കണ്ടെത്തലുകൾ, ഈ പഠനങ്ങളൊക്കെ അവരുടെ ജീവിതത്തില് വലിയ ഉയർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. KBCയുടെ പേരിൽ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു അനുമേഡം. പ്രിയമുള്ളവരെ, ഇന്ന് അനുമേഡം നമ്മളോട് സംസാരിച്ച വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ ആത്മാവബോധത്തിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും വളരണമെന്ന് അനുമേഡം നമ്മെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു ഇത്രയും സമയം. നമുക്കറിയാം, ഇത്രയും നേരം കേട്ട കുറെ മഹാന്മാരുടെ കാര്യങ്ങളെ
കോട്ട് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് റോജർ ബാൻസ്റ്ററിന്റെ കാര്യം. അനുമേഡം സൂചിപ്പിച്ചു. 1954 കാലഘട്ടം വരെ ലോകം വിധി എഴുതിയതാണ് 1 മൈൽ ദൂരം 4 മിനിറ്റിൽ താഴെ ഓടുക എന്നുള്ളത് അസാധ്യമാണ്. അഥവാ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് മനുഷ്യന്റെ ഹൃദയം പൊട്ടി, ഹൃദയം തകർന്ന് മരണം സംഭവിക്കും. അത് 1954 വരെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രം അതായിരുന്നു. അല്ല 1954 മെയ് 6-ന് റോജർ ബാനിസ്റ്റർ എന്ന യുവാവ് ആ പരിധികളെ അതിജീവിച്ച് വെറും 3 മിനിറ്റ് 59.4 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് പോയിന്റ് കടന്നു. അന്ന് ആ മതിലുകൾ തകർന്നു. എന്നാൽ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് അതിനുശേഷമാണ് സംഭവിച്ചത് എന്നാണ്. 100 കണക്കിന് വർഷങ്ങളായിട്ട് ആർക്കും കഴിയാതിരുന്ന ആ നേട്ടം റോജർ ബാനിസ്റ്റർ നേടിയതിനു ശേഷം വെറും 46 ദിവസങ്ങൾക്കുള്ളിൽ അടുത്തൊരാളത് തകർത്തു. തൊട്ടടുത്ത വർഷം 37 പേര് തകർത്തു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ചരിത്രം പിറക്കുകയായിരുന്നു. അപ്പോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തെ ഒന്ന് തിരുത്തി കുറിക്കാൻ ഒരാൾ ശ്രമിച്ചപ്പോ വീണ്ടും ചരിത്രങ്ങൾ പിറന്നുകൊണ്ടേയിരുന്നു. ഇവിടെ മാറിയത് മനുഷ്യ ശരീരത്തുമല്ല, മറിച്ച് എനിക്ക് കഴിയില്ല എന്ന ചിന്തയിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു തുരയിൽ നിന്ന് ഇതിനെയാണ് ബാനിസ്റ്റർ എഫക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അനുമേടെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പൊ നമ്മളെ തടഞ്ഞു നിർത്തുന്ന പരിധികളെ നമ്മുടെ മനസ്സിൽ മാത്രമാണുള്ളത്. സത്യത്തിൽ മനസ്സും ശരീരവും രണ്ടല്ല. മനസ്സ് മാറുന്നതോടെ ശരീരത്തിന്റെ ഹോർമോൺ കോശങ്ങളും ഒക്കെ മാറി തുടങ്ങും. നമ്മുടെ മനസ്സ് മാറിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് വളരെ സവിസ്തരം നമ്മുടെ അനുമേഡം ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയായിരുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഈ വിജയിച്ച മഹാന്മാരുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മളെയൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം അന്ധയും ബദിരയും മൂകയൊക്കെ ആയിരുന്ന ഹെലൻ കെല്ലറുടെ കാര്യം, അന്ധനായിരുന്ന ഹോമറിന്റെ കാര്യം, വിക്കനായിരുന്ന ബെർണാഡ് ഷായുടെ കാര്യം, മുഖം വിരൂപനായിരുന്ന എബ്രാഹിം ലിങ്കൻ, അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരനായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്, പരമദരിദ്രനായിട്ട് ടോൾസ്റ്റോയ്, എന്നും ദുഃഖിതനായി കണ്ടിരുന്ന ചാർലി ചാപ്ലിൻ, ഇവരെല്ലാം സ്വയാവബോധത്തോടെ, ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ നേട്ടം കൊയ്യുകവരാ. ഇവിടെ ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ ഈ നിമിഷം വരെ നമ്മെ പ്രചോദിപ്പിച്ചതും ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നായിരുന്നു അനുമേഡം നമ്മെ ഉദ്ബോധിപ്പിച്ചു തന്നത്. അപ്പോ ഇവർക്കൊക്കെ ആകാമെങ്കിൽ തീർച്ചയായും നമുക്കുമാകാം. നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവർക്ക് വഴി കാട്ടിത്തരാമെന്ന് മാത്രമാണ് സാധിക്കുന്നത്. ഒരു വഴികാട്ടി മാത്രമാണ്. ഇവിടെ നിധി മറഞ്ഞിരിക്കുന്നത് വയലിലാണ്. അത് നാം കണ്ടെത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ വേദനാജനകമായിട്ടുള്ള പരിശീലനങ്ങൾ ഉണ്ടാകണം. അപ്പൊ കഴിവുള്ള പ്രതിഭകളായി മാറണമെങ്കിൽ ഈ പരിശീലനങ്ങൾ ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് KBC എന്ന് പറയുന്ന കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി ഈ പരിശീലനത്തിലുള്ള കളരിയാണ് ഒരുക്കി തരിക. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ പരിശീലന കളരിയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയായിട്ട്, ഒരു പരിശീലന കളരിയായിട്ട് വേണം ഈ സ്വയം ക്ലബിനെ നമുക്ക് കണക്കാക്കാനായിട്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിനുള്ള അവസരമായിട്ട് ഈ KBC ഗ്രൂപ്പിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ നമുക്ക് ആത്മാവബോധമുള്ള വ്യക്തിയായി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് ഈ ബയോട്ടോറിയം എന്ന നമ്മുടെ ഈ ഗ്രൂപ്പ്. ഇവിടെ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഉണ്ടാവില്ല. ഒരു കാരണവശാലും നഷ്ടങ്ങളുടെ കണക്ക് പറയാനുണ്ട്. കാരണം നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വന്നു ജോയിൻ ചെയ്ത കാലം മുതൽ ഈ നാള് വരെയും നഷ്ടങ്ങൾ ഇല്ലാണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ബിസിനസ്. കാരണം ആ ബിസിനസ്സില് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ഓരോ ജീവിതാരങ്ങൾക്കും അതതിന്റെ ശൈലിയുണ്ട്, ഹാബിറ്റാറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം, അണ്ണാൻ മരം കയറുന്ന ജീവിയാണ്. അതിന്റെ ശൈലിയുണ്ട്. അതുണ്ടാകുന്ന കാലം വരെ മരം കയറുന്നത്. അതിനെ ആരും മരം കയറ്റാൻ പഠിപ്പിക്കേണ്ടതില്ല. മീന് വെള്ളത്തിലാണ് കഴിയുന്നത്. അതിന് നീന്തി തുടിക്കാൻ അറിയാം. അതിന് നീന്താൻ ആരും പഠിപ്പിക്കേണ്ടതില്ല. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി, മനുഷ്യന്റെ സ്കിൽ എന്ന് പറയുന്നത് എന്താ? ബാക്കി മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്കില്ല്. അതായത് നമ്മള് കുട്ടിയായിരിക്കുമ്പോ നമുക്കറിയാം, നമ്മൾ കുട്ടിയായിരിക്കുമ്പോ ഏതാണ്ട് 3 വയസ്സ് വരെ അമ്മയുടെ കൂടെയാണ്, അല്ലെ 3, 4, 5 വയസ്സ് വരെയൊക്കെ അമ്മയുടെ കൂടെ തന്നെയാണ് ജീവിക്കുക. അതിനുശേഷം കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടുകാരോടൊപ്പം ആകും. സ്കൂളിലൊക്കെ കഴിയും കൂട്ടുകാരോടൊപ്പം ആകും, സ്റ്റുഡൻസിനോടൊപ്പം ആകും ജീവിതം. പിന്നീട് കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള ഒരു സർക്കിളിനുള്ളിലാണ് ജീവിതം. യൂത്ത് ആയി കഴിയുമ്പോഴും അത് പറഞ്ഞ പോലെ യുവജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഇടപെടലുകളിലൂടെ ജീവിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അവനൊരു ജോലി മേഖലയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പം അവന്റെ കമ്മ്യൂണിറ്റി മാറുകയാണ്, വേറൊരു മേഖലയിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് മാറുകയാണ്. ഇതും കഴിഞ്ഞ് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കഴിയുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറുകയാണ്, ആ ഒരു തലത്തിലേക്ക് മാറുന്നു.
അപ്പോ നോക്കൂ, ഒരു കുഞ്ഞ് ജനിച്ച് അതിന്റെ പ്രായം അതിന്റെ മരണാവസ്ഥയിൽ എത്തുന്നത് വരെ വിവിധ ആളുകളുടെ അല്ലെങ്കിൽ വിവിധ കൂട്ടങ്ങളുടെ ഇടയിലാണ് ജീവിക്കേണ്ടി വരിക. അപ്പൊ ബാക്കിയുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളതാണ്, അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്കില്ല്. ഇത് ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് നമുക്കുണ്ടാവണം, നന്നായിട്ട് സംഭാഷണം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഈ ആശയവിനിമയത്തിനുള്ള കഴിവ് അനുദിനവും വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുക. പ്രത്യേകിച്ച് ഡയറക്റ്റ് സെല്ലിംഗിൽ വരുമ്പോൾ ഈ ബാറ്റോറിയം എന്ന കൺസെപ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന എത്രത്തോളം മെച്ചപ്പെട്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുന്നു, അത്രത്തോളം നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഈ KBC ഗ്രൂപ്പ് അണിയിച്ചൊരുക്കുന്ന 6 AM ക്ലബിലൂടെ എല്ലാവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പരിശീലനം സിദ്ധിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പരിശീലനം സിദ്ധിക്കേണ്ടത്? നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട്, അത് 1-to-1 ആയിട്ട് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ട്, ഹോം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഹാൾ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട്, NDOP പങ്കെടുത്തുകൊണ്ട് BOP ഒരു പ്രസന്ററായി മാറണം എന്നുള്ള അധമ്യമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ സംഭാഷണത്തിനുള്ള കഴിവ്, ആശയവിനിമയത്തിനുള്ള കഴിവ് നമ്മളെ ഉന്നതിയിലെത്തിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഒരുക്കാൻ KBC ഗ്രൂപ്പ് സദാസനത്തിലാണ്. തീർച്ചയായും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് നമ്മുടെ മനോജ് സാർ ആയിരുന്നു നമ്മോട് സംസാരിക്കേണ്ടിയിരുന്നത്. മനോജ് സാറ് കമ്പനി പോയി വിസിറ്റിന് ശേഷം തിരികെയുള്ള യാത്രയിലാണ്. നാളെ രാവിലെ മനോജ് സാറിന്റെ ക്ലാസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ശരി, മനോജ് സാർ കൂടുതൽ അപ്ഡേഷൻ നമുക്കായിട്ട് തരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇന്നലെയൊക്കെ അറിഞ്ഞു, നമ്മുടെ അവയർനെസ് ബോണസിന്റെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നമ്മളൊക്കെ കണ്ടു, അറിഞ്ഞു. അപ്പോ തീർച്ചയായിട്ടും ഈ ബാറ്റോറിയം ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇടയാകുന്ന തരത്തിലേക്ക് പുതിയ അപ്ഡേഷൻ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ചുരുക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ രീതിയിൽ അറിവിന്റെ വാതായനങ്ങൾ നമുക്ക് തുറന്നുന്ന അനുമേഡത്തിന് KBC ഗ്രൂപ്പിന്റെ പേരിലുള്ള അഗൈതവുമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ ആദ്യ അവസാനം വളരെ ശ്രദ്ധയോട് കൂടിയായിരുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തരട്ടെ. KBC പേരിലുള്ള അഗൈതവും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് തരട്ടെ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ബാറ്റോറിയം. താങ്ക് യു.